ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർഡ് ഷീറ്റ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ളൊരു ഫ്ലാറ്റ് ഒരു വലിയ കെട്ടിട സമുച്ചയം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലുള്ള ആ ബാൽക്കണിയൊക്കെയുള്ള എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇത് കളറൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നല്ല രസകരമാക്കി മാറ്റാം. ഞാനിതിൻ്റെ നിർമ്മാണമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനും കാർഡ് ഷീറ്റ് തന്നെയാണ്. നമ്മളെ ഗ്രീറ്റിംഗ് കാർഡിന് ഏറ്റവും നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡും കൂടിയാണ്. ഇത് ഫോൾഡ് ചെയ്താൽ ഒരൊറ്റ ഷീറ്റായിട്ടേ കാണൂ. അത് നിവർത്തെടുക്കുമ്പോഴാണ് അതിൻ്റെ 3D എഫക്റ്റ് കിട്ടുക. നമുക്കതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഉള്ളിൽ ഗ്യാപ്പല്ല, ഉള്ളിലും കളറ് വരുന്ന രൂപത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ആ ബാൽക്കണിക്ക് മാത്രമേ ആ കളറ് കാണൂ. ഓക്കെ, ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാർഡ് ഷീറ്റാണ്. കട്ടിയുള്ള കാർഡ് ഷീറ്റാണ്. A4 സൈസിലുള്ള കാർഡ് ഷീറ്റാണ് എടുക്കുന്നത്. ഇപ്പോൾ വൈറ്റ് കാർഡ് എടുത്താൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒന്നും കൂടെ ഓർക്കുക, A4 പേപ്പറല്ല, A4 സൈസിലുള്ള കാർഡ് ഷീറ്റാണ്, കട്ടിയുള്ള കാർഡ് ഷീറ്റാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓരോ 2 സെൻറ്റിമീറ്ററിനും അടയാളപ്പെടുത്തുക. നമുക്കറിയാം A4 പേപ്പറിൻ്റെ വീതി 21 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ രണ്ടറ്റത്തും 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കൊടുത്തിട്ടാണ്. അപ്പോൾ 18 കിട്ടുമല്ലോ. 1 1 3 21 3 കഴിഞ്ഞ് 18. അപ്പോൾ ഇങ്ങനെ 1.5 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം 2 4 6 8 അങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. പിന്നീട് അത് പാരലലായിട്ട് വരയ്ക്കുകയാണ്. നമ്മൾ അടയാളപ്പെടുത്തിയ 2 ബിന്ദുക്കളും ചേർത്ത് വരയ്ക്കുമ്പോൾ പാരലൽ ലൈൻസായിട്ട് 2 സെൻറ്റിമീറ്റർ വീതിയുള്ള ലൈൻസ് ഇങ്ങനെ കിട്ടും. പിന്നെ തിരിച്ചു അങ്ങനെ തന്നെ 2 സെൻറ്റിമീറ്റർ വരച്ച് കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ സമയതരങ്ങൾ കൊണ്ടൊരു ഗ്രിഡ് ഉണ്ടാവും. ഇവിടെ നോക്ക്, ആദ്യത്തെ 3 കഴിഞ്ഞ് 2, ഇനി ഓരോ 2നെയും മാർക്ക് ചെയ്ത് അവസാനവും 3 അപ്പോൾ ഒരു കഷ്ണം ബാക്കി വരും. അതാണ് മുറിച്ച് മാറ്റിയത്. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് 3 കളം എണ്ണി മുറിക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് മുറിച്ചിട്ടാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരറ്റം മുറിച്ച് മാറ്റാതെ അവിടെ വെച്ചിട്ടുണ്ട്. നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ അത് ചേർത്ത് വെക്കുമ്പോൾ ലേശൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യം 3 കഴിഞ്ഞ് പിന്നെ 2ൻ്റെ സെറ്റാണ് ഓരോന്നും മുറിച്ചിടുന്നത്. 2 2 2 അങ്ങനെ വരുന്നു. അവസാനവും നമ്മൾ നോക്കിയാൽ 3 ഉണ്ടാവും. യെസ്, അപ്പം മുറിച്ചിട്ടു. അപ്പോൾ മുറിഞ്ഞ് വീഴാത്തത് അറ്റം ലേശം അവിടെ ബാക്കി വെച്ചുകൊണ്ടാണ്. ഇനി സെലോ ടൈപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ്. 3/4 ഇഞ്ച് സെലോ ടൈപ്പാണ് എടുക്കുന്നത്. കാരണം 1/2 ഇഞ്ച് സെലോ ടൈപ്പ് കൊണ്ട് പശ ഇളകിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3/4 ഇഞ്ച് സെലോ ടൈപ്പ് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഒട്ടിച്ച് ഒന്ന് വിടുക ചെയ്ത്, ഒന്ന് വിട്ടതിന് ശേഷം അടുത്തതാണ് ഒട്ടിക്കുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ നടുവിലൊന്ന് ഒട്ടിക്കാതെ വിട്ടിട്ടുണ്ട്. വീണ്ടും ഒന്ന് വിട്ടതിന് ശേഷം അടുത്തതാണ് നമ്മൾ ഒട്ടിക്കുക. ചുളിവില്ലാതെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. ഒട്ടിച്ചു കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തടവണം. യെസ്, എങ്കിൽ മാത്രമേ അത് നല്ല ഉറപ്പിൽ അവിടെ നിൽക്കൂ. അപ്പോൾ 3 നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞ് 2 മറുവശത്താണ് ഒട്ടിക്കേണ്ടത്. അതുകൊണ്ട് തിരിച്ചിടുകയാണ്. മറുവശത്തും അതേമാതിരി ഒട്ടിക്കുക. ഇപ്പുറത്തും അതുപോലെ തന്നെ. അപ്പോൾ 3/4 ഇഞ്ച് സെലോ ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇങ്ങനെ മടക്കി ഈ രൂപത്തിൽ ചെറുതാക്കാൻ പറ്റണതാണ്. ഉള്ളിലേക്ക് മടങ്ങി വരുന്ന രൂപത്തിൽ. അതുകൊണ്ടാണ് തിരിച്ചും മറച്ചും. അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ ഈ രൂപത്തിൽ കിട്ടുന്ന രൂപത്തിൽ അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യുന്ന രീതി കൃത്യമായിട്ട് കാണിച്ചു തരാം. നോക്ക്, അവിടെ നമ്മൾ ആ ഒരു വരയിട്ടതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒന്ന് മുറിച്ച് ഒന്ന് വിട്ട്, അതായത് അടുത്ത വര വരെ മുറിച്ച് ഒരു ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ മുറിക്കുമ്പോൾ 5 മുറിഞ്ഞ് കിട്ടും. 4 ഗ്യാപ്പ് ഉള്ളിലുണ്ടാവും. ഇവിടെയാണ് ശ്രദ്ധിക്കുക. കട്ട് ചെയ്തതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 1 യൂണിറ്റിലാണ് നമ്മൾ മുറിക്കുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും 1 യൂണിറ്റ് നീക്കി വെച്ചുകൊണ്ടാണ്. യെസ്, ആ കട്ട് ചെയ്തത് നമുക്ക് ഇപ്പോൾ സെലോ ടൈപ്പ് ഉപയോഗിച്ച് വീണ്ടും ഒട്ടിക്കണം.
ആ കട്ട് ചെയ്ത 5 എണ്ണം ഉണ്ട്, 5 എണ്ണം മുറിക്കാത്തതുമുണ്ട്. അപ്പം മൊത്തം നമ്മൾ ഒട്ടിക്കുകയാണ്. ഇപ്പോൾ മുറിച്ച 2 എണ്ണമാണ് ഈ രൂപത്തിൽ ഒട്ടിക്കുന്നത്. മേലെയാണ് ഒട്ടിക്കുന്നത്, ഇപ്പോൾ പ്രയാസമില്ല. യെസ്. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കട്ടിങ് എങ്ങനെയാണെന്ന് നോക്ക്. അവിടെയാണ് നമ്മൾ മുറിച്ചത്, അതുകൊണ്ട് അത് ചേർന്ന് വരുന്ന രൂപത്തിൽ നീളത്തിൽ മുറിക്കണം. നീളത്തിൽ മുറിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒട്ടിച്ച് ആ സെലോ ടേപ്പിൻ്റെ പകുതി മുറിയും. അതായത് നമ്മളിപ്പോൾ മുറിച്ചതിൻ്റെ ആ ബോർഡറിലൂടെ, ആ അറ്റത്തൂടെയാണ് മുറിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇങ്ങനെ തള്ളി മുന്നോട്ട് വരൂ. വീണ്ടും അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഗ്യാപ്പില്ല, ഓരോന്നും തുടർച്ചയായിട്ട് അതേ രൂപത്തിൽ തന്നെ മുറിക്കണം. തുടർച്ചയായി മുറിച്ച് പോവുകയാണ്. അപ്പോൾ ആ 2 യൂണിറ്റും മുറിഞ്ഞ് തന്നെ വരുന്നുണ്ട്. മുറിയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കൂടിപ്പോകരുത്, കൃത്യമായിട്ട് ആ പോയിൻറ്റിലേക്ക് തന്നെ ഒരേ രൂപത്തിൽ മുറിച്ച് താഴ്ത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഇടുന്നില്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നോക്ക്, ഇപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കുക. ഒന്നിടവിട്ട് അതിങ്ങ് ഉയർത്താൻ പറ്റും, ഒന്ന് താഴ്ന്നിട്ടും ഉണ്ടാവുക. ഈ രൂപത്തിലാണ് കിട്ടുക. ഇനി മൂന്നാമത് ഒന്നും കൂടെ. അപ്പോൾ 2 എണ്ണം നമ്മൾ മുറിച്ച്, ഇനി ഒന്നും കൂടെ മുറിക്കേണ്ടതുണ്ട്. അതും വ്യക്തമായിട്ട് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ രൂപത്തിലാണ് മുറിക്കുന്നത്, നീളത്തിലല്ല. ഇപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ പകുതിയെ ഒന്ന് ഗ്യാപ്പ് വിട്ട് രണ്ടാമത് വീണ്ടും ഗ്യാപ്പ്, അങ്ങനെ 5 എണ്ണമാണ് മുറിക്കേണ്ടത്. 5 എണ്ണം മുറിച്ചു. യെസ്. ഇനി ലെഫ്റ്റ് സൈഡിലും അതേപോലെ 5 എണ്ണം മുറിക്കുക. യെസ്. ഇനി അത് സെലോ ടേപ്പ് പൊട്ടിച്ചതിന് ശേഷം തിരിച്ചു മുറിക്കണം. സെലോ ടേപ്പ് പൊട്ടിക്കാതെയാണ് നമ്മൾ തിരിച്ചു മുറിക്കുന്നതെങ്കിൽ അവിടുന്ന് കഷ്ണം മുറിഞ്ഞ് ഇളകി ഇങ്ങ് പോരുമല്ലോ. അപ്പോൾ അത് പാടില്ല, അതവിടെ തന്നെ വേണം. യെസ്. ഒട്ടിച്ചതിന് ശേഷം വിലങ്ങനെ മുറിക്കുകയാണ്. ഇപ്പോൾ കുത്തനെ ആദ്യം മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ വിലങ്ങനെ മുറിക്കുകയാണ്. ഇപ്പോൾ വിലങ്ങനെ മുറിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അതേ പാറ്റേണിൽ തന്നെ താഴേക്ക് കൊണ്ടുപോവുക. നല്ല രസമുള്ള വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഭാഗം പോലെ നമുക്ക് കാണാം ഇത്. അപ്പോൾ വെറും കാർഡ് ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് 3D എഫക്റ്റുള്ള രൂപം ഉണ്ടാക്കുന്നത്, നല്ലൊരു 3D എഫക്റ്റ് കിട്ടുന്ന രൂപത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് മുറിച്ച് കഴിഞ്ഞ് ഇനി നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് ഒന്നിടവിട്ട് മുന്നോട്ടും ഒന്നിടവിട്ട് ഉള്ളിലേക്കും പുറത്തേക്കുമായിട്ട് തള്ളിയാൽ ഈ രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ആ ഗ്യാപ്പിലൊരു കളർ ഷീറ്റ് പേപ്പർ ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഒരു 2 സെൻറ്റിമീറ്റർ വീതിയുള്ള 21 സെൻറ്റിമീറ്റർ നീളമുള്ള വ്യത്യസ്ത കഷ്ണങ്ങൾ. അപ്പോൾ 3 6 എണ്ണം വേണം. അപ്പോൾ 3 ഒരു കളറിലും 3 മറ്റൊരു കളറിലും നമുക്കെടുത്താൽ സൗകര്യമുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ആദ്യത്തെ 3 എണ്ണം റോസ് കളറാണ്. ആ ഗ്യാപ്പിലാണ് കൃത്യമായിട്ട് ഒട്ടിക്കേണ്ടത്. ഫെവിക്കോൾ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഷീറ്റിൻ്റെ വീതിയും 2 സെൻറ്റിമീറ്ററാണ്, നീളം 21 സെൻറ്റിമീറ്ററാണ്. പക്ഷേ കൂടുതലായി പോകരുത്. യെസ്. അങ്ങനെ 3 എണ്ണവും നമ്മൾ ഒട്ടിക്കുകയാണ്. 3 എണ്ണവും ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി മറുവശത്ത് 3 എണ്ണം, മറുവശത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ ഗ്യാപ്പിലേക്ക് ബ്ലൂ ആണ് ഒട്ടിക്കുന്നത്. 2 വ്യത്യസ്ത കളർ എടുക്കുമ്പോൾ നല്ല രസമുണ്ടാവും. ആ ബ്ലൂ അവിടെ. അപ്പോൾ മറുവശത്ത് റോസ് ഉണ്ട്,
അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 വ്യത്യസ്ത കളറാണിത്. ഈ രൂപത്തിലാണ് ഒട്ടിക്കേണ്ടത്. അങ്ങനെ 3 ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് ഉള്ളിലേക്കും പുറത്തേക്കുമായിട്ട് തള്ളിക്കൊണ്ടുവരിക. അപ്പോൾ അവിടെ ഒട്ടിച്ചതുകൊണ്ട് കിട്ടാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചത് എടുക്കുക. യെസ്, ഇല്ലെങ്കിൽ അടിയിൽ നിന്ന് തള്ളിയാൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മൾ അടിയിൽ വേറൊരു ഷീറ്റ് ഒട്ടിച്ചതുകൊണ്ട് ലേശം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വന്നു കഴിഞ്ഞതാ. നമുക്ക് ആ 3D എഫക്റ്റിൽ എല്ലാം വന്നു കഴിഞ്ഞ് ഓരോ 5 കട്ടകളും. അപ്പോൾ 3, 5, 15 കട്ടകൾ. അതിൻ്റെ വ്യൂ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. നല്ല രസത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് വെറും കാർഡ് ഷീറ്റാണ്. അത് പിന്നെ ചെറിയ കഷ്ണം മറ്റൊരു കളറിലും കൂടെ. ഇതൊക്കെ കല്യാണ കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക കേട്ടോ. അതിന് വേണ്ടി പ്രത്യേകം. പക്ഷേ നിങ്ങൾ ചെയ്ത് ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആർട്ട് പേപ്പറിൻ്റെ A4 സൈസ് പേപ്പറിൻ്റെ ഒരു പിന്നെ പാക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.